ഹായ്, PSC വിന്നർ 2024 ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്ലാസ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് 1861 പാസ്സാക്കിയത് ലോർഡ് കാനിങ് പ്രഭുവാണ്. അപ്പോൾ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് 1861 പാസ്സാക്കിയത് ലോർഡ് കാനിങ്. ലോർഡ് എഞ്ചിൻ്റെ കാലത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതി സ്ഥാപിതമാകുന്നത് ലോർഡ് എഞ്ചിൻ്റെ കാലത്താണ്. ഇന്ത്യയിൽ ഹൈക്കോടതി ആദ്യമായി സ്ഥാപിതമായത് 1862 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് 1861. ഇന്ത്യയിൽ ആദ്യത്തെ ഹൈക്കോടതികൾ സ്ഥാപിതമായത് 3 സ്ഥലത്താണ്: കൊൽക്കത്തയിലും ബോംബെയിലും മദ്രാസിലും. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയായി കണക്കാക്കുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതിയായി കണക്കാക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഹൈക്കോടതി ജഡ്ജി രാജിക്കത്ത് സമർപ്പിക്കേണ്ടതും രാഷ്ട്രപതിക്കാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുമ്പിലാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റാണ് ഓമന കുഞ്ഞമ്മ. ഓർത്തിരിക്കണം, ഇന്ത്യയിലെ ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഭിഭാഷക കോർണേലിയ സൊറാബ്ജിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അഭിഭാഷകരാണ് കോർണേലിയ സൊറാബ്ജി. ഇന്ത്യയിൽ ആദ്യമായി ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്നത് കൽക്കട്ട ഹൈക്കോടതിയിൽ PB ചക്രവർത്തിയാണ്. ഹൈക്കോടതി ജഡ്ജിമാരുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഒന്നുകിൽ 62 വയസ്സ് വരെ അല്ലെങ്കിൽ 6 വർഷം. നിലവിൽ 25 ഹൈക്കോടതികളാണ് ഇന്ത്യയിലുള്ളത്. ഏറ്റവും കൂടുതൽ ബഞ്ചുകളുള്ള ഹൈക്കോടതി അലഹബാദ് ഹൈക്കോടതിയാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരപരിധിയുള്ള ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയാണ്. 4 സംസ്ഥാനങ്ങളിലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരപരിധിയുള്ളത്. സ്വന്തമായി ഹൈക്കോടതിയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും ജമ്മു കാശ്മീറും. ഗോവ ഹൈക്കോടതിയുടെ ആസ്ഥാനം മുംബൈയാണ്. ലഡാക്ക് ഹൈക്കോടതിയുടെ ആസ്ഥാനം ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഹൈക്കോടതിയാണ് ആന്ധ്രാപ്രദേശിൽ സ്ഥാപിതമായ അമരാവതി ഹൈക്കോടതി. പരിസ്ഥിതി കേസുകൾ മാത്രം തീർപ്പ് കൽപ്പിക്കുവാനുള്ള ഗ്രീൻ ബെഞ്ച് ആദ്യമായി സ്ഥാപിതമായത് 1996 അത് കൊൽക്കത്ത ഹൈക്കോടതിയിലാണ് ഗ്രീൻ ബെഞ്ച് സ്ഥാപിതമായത്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഓൾറെഡി ഇത് നമ്മൾ പഠിച്ചതാണ്. റിട്ട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടതിൽ 226 ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരം. എന്നാൽ സുപ്രീം കോടതിക്കോ ആർട്ടിക്കിൾ 32. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ വരുന്നത് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിധിയിലാണ്. കുടുംബ കോടതികൾ പ്രവർത്തനം ആരംഭിച്ചത് 1986 ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 പ്രകാരമാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് രാജസ്ഥാനിൽ. ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 214 അനുസരിച്ചാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്നത് കേരളത്തിലെ തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ പീനൽ കോഡ് ഏകീകരിച്ച വർഷം 1860. ഇന്ത്യൻ പീനൽ കോഡ് അതായത് IPCയുടെ ശില്പി മെക്കാളെ പ്രഭുവായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതായത് ഇന്ത്യൻ പീനൽ കോഡിലെ 302 വകുപ്പ് അനുസരിച്ചാണ് വധശിക്ഷ നൽകുന്നത്. ഓർത്തിരിക്കണം, ഇന്ത്യൻ പീനൽ കോഡിലെ 302 വകുപ്പ് അനുസരിച്ചിട്ടാണ് എന്ത് നൽകുന്നത്? വധശിക്ഷ നൽകുന്നത്. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി സ്ഥിതി ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഭോപ്പാലിലാണ് 1993 നിലവിൽ വന്നത് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി. ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് 2010 ഒക്ടോബർ 18 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത്. വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതിയാണ് ലോക് അദാലത്ത്. അപ്പോൾ ഓർത്തിരിക്കണം, ലോക് അദാലത്ത് എന്ന് ചോദിക്കുക സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണ്. ലോക് അദാലത്ത് വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി പരസ്പര സമ്മതത്തോടെ കേസുകൾ തീർപ്പാക്കുന്ന രീതി
അതേപോലെ തന്നെ ലോക് അദാലത്തിനെ ജനങ്ങളുടെ കോടതി അല്ലെങ്കിൽ പീപ്പിൾസ് കോർട്ട് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അറിയപ്പെടാറുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1 കേരളപ്പിറവിയുടെ അന്ന്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിയുടെ കീഴിലുള്ള ജില്ലകൾ 15, അതായത് ലക്ഷദ്വീപും കൂടെ ചേർത്ത് കേരളത്തിലെ 14 ജില്ലയും ലക്ഷദ്വീപും കൂടെ ചേർത്തിട്ട് 15. കേരള ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസാണ് KT കോശി. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ഓർത്തിരിക്കണം, സുജാത മനോഹറാണ് കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളിയായ വനിത ചോദിച്ചു കഴിഞ്ഞാൽ സുജാത മനോഹർ എന്ന് എഴുതരുത്, KK ഉഷയാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളി വനിത. കേരള ഹൈക്കോടതിയിൽ ആദ്യ വനിതാ ജഡ്ജി ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണ ചാണ്ടിയാണ്. കേരള ഹൈക്കോടതിയിൽ നിന്നും രാജിവെച്ച ആദ്യ ജഡ്ജി V. ഗിരിയാണ്. സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഓർത്തിരിക്കണം, സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്ന്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ നുവാൽസ് അതിൻ്റെ ചാൻസലറും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ആർട്ടിക്കിൾ 51A. ഈ ആർട്ടിക്കിൾ 51A മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 52 ഇന്ത്യൻ രാഷ്ട്രപതി, ആർട്ടിക്കിൾ 54 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ആർട്ടിക്കിൾ 60 രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 61 പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ്. ആർട്ടിക്കിൾ 63 ഉപരാഷ്ട്രപതിയെക്കുറിച്ചും ആർട്ടിക്കിൾ 64 ഉപരാഷ്ട്രപതിക്ക് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ പദവി നൽകുന്നത്, ഇത് ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 65 രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിക്ക് രാഷ്ട്രപതിയാകാനായിട്ടുള്ള അധികാരം. ആർട്ടിക്കിൾ 66 ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും ആർട്ടിക്കിൾ 69 ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ചും ആർട്ടിക്കിൾ 72 പൊതുമാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്ലാസ്സായ ഹൈക്കോടതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയെ സംബന്ധിച്ച കുറച്ച് ആർട്ടിക്കിളുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവരും PSC വിന്നർ 2024 എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ ചാനൽ പങ്കുവയ്ക്കുക. താങ്ക് യു സോ മച്ച്. ഹായ്, PSC വിന്നർ 2024 ചാനലിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട 7ാമത്തെ ക്ലാസ്സാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ